അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. ഈ പോകുന്ന ബസ്സുകളിലൊക്കെ മാഷാ അല്ലാഹ് ഹാജിമാരാണ്, മിനയിലേക്കുള്ള യാത്രയിലാണ് അവരൊക്കെ. ഇന്നലെ 8:30 മുതൽ മുത്തവഫിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും 12 മണിക്ക് ശേഷമൊക്കെ ആയിട്ടാണ് ഹാജിമാരൊക്കെ മിനയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഒരുപാട് ബസ്സുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഹാജിമാർ താമസിക്കുന്ന സ്ഥലം ഇപ്പോൾ ഏകദേശം കാലിയായി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണി 8:15 ആയിട്ടുണ്ട്. ഈ സമയത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഹാജിമാർ പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും പോകാത്ത കുറച്ച് ഹാജിമാർ കൂടെ ബാക്കിയുണ്ട്. അവരെയും ബസ്സുകളിലൊക്കെ ആക്കിയിട്ട് മിനയിലേക്ക് കൊണ്ടുപോകണം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് 4 മണിയോട് കൂടിയായിട്ട് മിനയിലേക്ക് എല്ലാ ഹാജിമാരും എത്തും. നാളത്തെ ദിവസം ദുൽഹജ്ജ് 9 അറഫയിലേക്ക് ഈ ഹാജിമാരൊക്കെ പോകും. ഇപ്പോൾ ഈ പരിസരങ്ങളൊക്കെ കാലിയായി പഴയ പോലെ തന്നെ ഹാജിമാർ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അത് ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മലയാളികളുടെ ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഹാജിമാർ പോകുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. കാരണം ഒരു ഗ്രൂപ്പ് ബസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരു ബസ് വന്നിട്ടുണ്ട്. ആ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ലഗേജുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആരും റിസപ്ഷനിൽ അങ്ങനെ കൂടി നിൽക്കുന്നൊന്നുമില്ല. എല്ലാവരും മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കാരണം അവർക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ബസ് വന്നതിന് ശേഷം മാത്രം താഴോട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. അതായത് ബസ് വന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ ഇൻഫോം ചെയ്യും, അപ്പോൾ താഴോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് ഇൻഫർമേഷനൊക്കെ മുത്തവഫിൻ്റെ ആളുകൾ കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഹാജിമാർ പുറത്ത് ഇങ്ങനെ കൂടി നിൽക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റൂമിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ, യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് താഴോട്ട് വന്നാൽ മതി ലഗേജ് എടുത്തിട്ട്. ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ആരെങ്കിലും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. അതെ 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 നോക്കലാണ്. സുഖല്ലേ? ഹൈറായിട്ട് അതെല്ലേ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പോണത് കാണാൻ വേണ്ടിട്ട് വന്നാണ്. റാഹത്തല്ലേ? ഹോസ്പിറ്റലാണ്. ഇവര് തൃശ്ശൂരുള്ളവരാണ്. പരിചയപ്പെടാൻ പറ്റിയത് വലിയ സന്തോഷം. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട്, നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. എന്തായാലും എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ആളല്ലേ സംസാരിച്ചപ്പോൾ വലിയ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല കേട്ടോ. എന്തായാലും കണ്ട് സംസാരിച്ചാലും പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. എന്തായാലും അവർ മുമ്പോട്ട് പോവുകയാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേര് ബാക്കിലുണ്ട്. 2 ബസ്സുകൾ അവിടെ നിർത്തിയിട്ടുണ്ടായില്ല. ഒരു ബസ്സിലാണ്, ആ റെഡ് കളറുള്ള ബസ്സിലാണ് അവർ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഹാജിമാർ അവരുടെ ലഗേജുമായിട്ട് വരുന്നുണ്ട്. നുസുക്ക് കാർഡുകൾ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ കഴുത്തിൽ നുസുക്ക് കാർഡുകൾ ഇട്ടിട്ടുണ്ട്. കാരണം അതില്ലാതെ ഒരിക്കലും ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളും ഈ 2024 ഈ വർഷത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സുരക്ഷയാണ് ഇത്തവണ. ഒരുപാട് ലീഗൽ അല്ലാത്ത രീതിയിൽ ഒരുപാട് ഹാജിമാർ വരാറുണ്ട് ഹജ്ജിന് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും. അതുപോലെ ഇത്തവണ 20,000-ന് മുകളിൽ ആളുകളെ പിടിച്ചിട്ടുണ്ട് ചെക്കിങ്ങിലൂടെ. എന്തായാലും ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ കാണുക. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. എല്ലാ വർഷവും ഇതുപോലെ ഹാജിമാർ പോകുന്നതൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾക്കിതൊരു സന്തോഷമായിരിക്കും, ഒരു സമാധാനമായിരിക്കും. അവർ മിനയിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇപ്പം ചൂടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നത് ഹാജിമാർക്ക്. ഹാജിമാർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഹാജിമാർക്കൊക്കെ ഈ ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അവർക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം എങ്ങനെയൊക്കെ രീതിയിൽ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അറഫയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ശീതീകരണ ടെൻറ്റുകളും പിന്നെ അതുപോലെ റോഡുകളൊക്കെ ഒരു 20 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇത്തവണ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ഇതൊക്കെ ഹാജിമാർക്കുള്ളൊരു സൗകര്യമായിട്ട് കണക്കാക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ഡിഗ്രി ടെമ്പറേച്ചറാണ് അറഫ ദിവസത്തിൽ ഉണ്ടാകുക എന്ന് ഓൾറെഡി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മീഡിയ 1 ന്യൂസിലൊക്കെ ഈ റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. 48 ഡിഗ്രി ടെമ്പറേച്ചറുകളാണെങ്കിൽ പോലും അതൊരു 70 ഡിഗ്രി ടെമ്പറേച്ചർ വരെ അത്രയും ഹ്യൂമിഡിറ്റി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പടച്ചറബ് ഈ ഒരു ഹാജിമാർക്കൊക്കെ ഇത്തവണ വന്നിട്ടുള്ള ഇവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ പോകുന്ന ഹാജിമാർക്കൊക്കെ കടുത്ത ചൂടിനെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് കൊടുക്കട്ടെ, ഒരു ആരോഗ്യം കൊടുക്കട്ടെ. ഇവിടെ ഒരു മലയാളി ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടോ. എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? പെരുമ്പാവൂർ. പേര് അമീർ. രാത്രി 2 മണിക്കാണ് ഞങ്ങളോട് റെഡിയാവാൻ പറഞ്ഞത്. അപ്പോൾ റെഡിയായിരുന്നു. പക്ഷെ ബസ് വരാൻ്റെ കോർഡിനേഷനിൽ ഇത്തിരി ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ഇപ്പോൾ ബസ് വന്നു. ഭയങ്കരമായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ ബിൽഡിങ്ങിൽ മൊത്തം മലയാളികളൊന്നല്ലേ? ഈ ബിൽഡിങ്ങിൽ മൊത്തം മലയാളിയാണെന്നാണ് എൻ്റെ വിശ്വാസം.
എന്തൊക്കെയോ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതിൽ 3-4 ദിവസത്തെ അവിടെ താമസത്തിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ഹാൻഡ് ലഗേജിൽ കരുതി നമ്മൾ പോവുകയാണ്. ബാക്കി നമ്മുടെ മെയിൻ ലഗേജ് ഇവിടെ തന്നെ വെച്ചിട്ട്, അപ്പോൾ തൽക്കാലം താമസിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ ഒരു കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാം കറക്റ്റായിട്ട് ഗൈഡൻസ് ഗവൺമെൻറ് സൈഡിൽ നിന്നും വോളണ്ടിയേഴ്സിൻ്റെ സൈഡിൽ നിന്നും കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ് സന്തോഷത്തിലാണ്. നല്ല രീതിയിൽ ഹജ്ജൊക്കെ ചെയ്യാൻ കഴിയട്ടെ. മനസ്സിലാവും. ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു വീൽ ചെയറിൽ പോകുന്നൊരു ഹാജി ഉണ്ട്. ഈ മകനാണെന്ന് തോന്നുന്നുണ്ട് വീൽ ചെയറിൽ തള്ളുന്നത്. എന്തായാലും ഇതുപോലെ ഒരുപാട് ഹാജിമാർ ഇത്തവണ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ചെയർ ആവശ്യമുള്ള ഹാജിമാർ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിൽഡിങ്ങിൽ പോയപ്പം അവർ പറഞ്ഞു അവിടെയും ഒരുപാട് ബിൽഡിങ്ങിൽ ഹാജിമാർക്ക് വീൽ ചെയർ വേണം എന്നുള്ളത്. അവിടെ 12ഓളം ഹാജിമാർ വീൽ ചെയർ ആവശ്യമുള്ളവരുണ്ട്. അത് മെഹറം ഇല്ലാതെ വന്നിട്ടുള്ള ഹാജിമാരായിരുന്നു. എന്തായാലും അവർക്കൊക്കെ പെട്ടെന്ന് എത്രയും വേഗത്തിൽ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ കിട്ടി ഒരു തടസ്സമില്ലാത്ത രീതിയിൽ അവർക്കൊക്കെ എല്ലാവർക്കും ഹജ്ജ് നിർവഹിക്കാൻ കഴിയട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പോഴും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാന മലയാളികളല്ല, ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള ഹാജിമാരാണ് കേട്ടോ. എന്തായാലും പലരും ചോദിച്ചു ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ദൂരെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ടോ? അത് ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ മിനിസ്ട്രി ഹോസ്പിറ്റലാണ്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി അൽഹംദുലില്ലാഹ് ഈ ഒരു ജോലിയിൽ തുടരുന്നത്. നഴ്സാണ്. പലരും ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ ഹാജിമാരൊക്കെ ഇത് മിനയിലേക്ക് പോവുകയാണ്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് കഴിയുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.